നമ്മുടെ വീട്ടിൽ നമുക്ക് സുഗന്ധം പുകയിപ്പിക്കുന്ന ഒരു ശീലമുണ്ടാക്കി തീർക്കണം. പ്രത്യേകിച്ച് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ വീട്ടിൽ സുഗന്ധം പുകയിപ്പിച്ചാൽ ലഭിക്കുന്ന 7 മഹത്തായ നേട്ടങ്ങൾ ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം. മാത്രവുമല്ല, നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കാൻ, ഐശ്വര്യമുണ്ടാകാൻ, ശൈത്വാനിന്റെ ഉപദ്രവത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ഉപകരിക്കുന്ന ഇശാ മഗ്‌രിബിന് ഇടയിൽ നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നമുക്ക് ഇൻഷാ അള്ളാഹ് പഠിക്കാം. അല്ലാഹു തആല ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അവൻ പൊരുത്തപ്പെടുന്ന അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ. അല്ലാഹു തആല ആജിലായ മർളിയായ ഷിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അല്ലാഹു തആല നമുക്ക് തുറന്നു തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. തുടക്കത്തിൽ നിങ്ങൾ കേട്ടതുപോലെ ഇശാ മഗ്‌രിബിന് ഇടയിൽ നമ്മുടെ വീട്ടിൽ സുഗന്ധം പുകയിപ്പിക്കാൻ നാം തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന മഹത്തായ 7 നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങളും അതോടൊപ്പം തന്നെ ഇശാ മഗ്‌രിബിന് ഇടയിൽ നമ്മുടെ വീട്ടിൽ ഓരോരുത്തരുടെയും വീട്ടിൽ ചെയ്യേണ്ട, നാം ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഇൻഷാ അള്ളാഹ് വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കേൾക്കുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുകയും വേണം. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, തുടർന്ന് കേൾക്കുക. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ വീട്ടിൽ സുഗന്ധം പുകയിപ്പിച്ചാൽ ലഭിക്കുന്ന 7 നേട്ടങ്ങളിലൊന്ന് സിഹിറിന്റെ പ്രശ്നങ്ങൾ നീങ്ങിക്കിട്ടുമെന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ പ്രയാസം പറയുന്ന ഒരു കാര്യമാണ് സിഹിർ എന്നുള്ളത്. പല ആളുകളും പറയാറുണ്ട്, ഉസ്താദ് എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, ആരോ സിഹിർ ചെയ്തിട്ടുണ്ട്, എന്തോ ഒരു പ്രയാസം എനിക്കും കുടുംബത്തിനും ഉണ്ട് എന്ന് പറയുന്നവരുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഇശാ മഗ്‌രിബിനിടയിൽ നിങ്ങൾ സുഗന്ധം പുകയിപ്പിക്കുക. അത് ഇന്ന് പല മാർഗത്തിലൂടെ നമുക്ക് സുഗന്ധം പുകയിപ്പിക്കാൻ കഴിയും. നല്ല ബഹൂർ വാങ്ങാൻ കിട്ടും. അത് പുകയിപ്പിക്കാനുള്ള കരണ്ടിന് കുത്തുന്ന പാത്രവും നമുക്ക് വാങ്ങാൻ കിട്ടും. അതല്ലെങ്കിൽ കുറച്ച് ചിരട്ടക്കടല് കത്തിച്ച് അതിലിട്ടുകൊണ്ടും നമുക്ക് പുകയിപ്പിക്കാൻ പറ്റും. ഇങ്ങനെ നല്ല വാസനയുള്ള എന്തെങ്കിലും നമ്മൾ പുകയിപ്പിക്കുക. ഊത് പുകയിപ്പിക്കാം. അതുപോലെ തന്നെ സാമ്പ്രാണി നമ്മുടെ വൈദ്യശാലയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അങ്ങനെ നല്ല സുഗന്ധമുള്ള വസ്തുക്കളൊക്കെ ഇശാ മഗ്‌രിബിനിടയിൽ നമ്മുടെ വീടിന്റെ പുറത്തും അകത്തുമൊക്കെ നാം പുകയിപ്പിച്ചാൽ സിഹ്ർ ബാധയിൽ നിന്ന് നമുക്ക് മാറ്റം ലഭിക്കും. പൂർണ്ണമായും അതിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ശൈത്വാന്മാര് നമ്മുടെ വീട്ടിൽ നിന്ന് ഓടി അകലും. സുഗന്ധമുള്ള സ്ഥലത്ത് നിന്ന് ശൈത്വാന്മാർ ഓടി അകന്നുകൊണ്ടിരിക്കും. ദുർഗന്ധമുള്ള സ്ഥലത്തേക്ക് ശൈത്വാന്മാർ അടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശൈത്വാന്മാർ ഏറ്റവും കൂടുതൽ വിരഹിക്കുന്ന, ശൈത്വാന്മാർ ഏറ്റവും കൂടുതൽ പുറത്തിറങ്ങുന്ന സമയം അത് ഇശാ മഗ്‌രിബിന്റെ ഇടയിലാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നാം നല്ല സുഗന്ധം നമ്മുടെ വീട്ടിൽ പുകയിപ്പിക്കുമ്പോൾ, ഇനി സുഗന്ധം പുകയിപ്പിക്കാൻ നമ്മുടെ വീട്ടിൽ ഇല്ല എങ്കിൽ അത്തർ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകും. അത് നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിലും വീടിന്റെ ചുമരിലും കർട്ടനിലും ഒക്കെ തേച്ചുകൊണ്ട് ആ വീട്ടിൽ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഒരു സുഗന്ധം ഉണ്ടാക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. അങ്ങനെ ചെയ്താൽ ശൈത്വാനിന്റെ ഉപദ്രവം മാറിക്കിട്ടുന്നതിലൂടെ തന്നെ നമുക്ക് നല്ല സമാധാനം ലഭിക്കും. മൂന്നാമത്തെ നേട്ടം, മലക്കുകൾ അവന്റെ വീട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. റഹ്മത്തിന്റെ മലക്കുകൾ, നല്ല സുഗന്ധമുള്ള സ്ഥലത്തേക്ക് മലക്കുകൾ അടുത്തുകൊണ്ടിരിക്കും. നാലാമത്തെ നേട്ടം എന്ന് പറയുന്നത് ആത്മാക്കൾ, റൂഹുകൾ, നല്ലവരുടെ ആത്മാക്കൾ നമ്മുടെ വീട്ടിലേക്ക് വരും. നാം ചൊല്ലുന്ന അദ്കാറിന്റെ സദസ്സുകളിൽ നാം ദുആ ചെയ്യുമ്പോൾ ആ പ്രാർത്ഥനയിലൊക്കെ
അവർ പങ്കെടുക്കുകയും ആമീൻ പറയുകയും ചെയ്യും. അതിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അഞ്ചാമത്തെ നേട്ടമെന്ന് പറയുന്നത് നമ്മുടെ ഇബാദത്തുകൾക്ക്, നമ്മുടെ ആരാധനകൾക്ക് നല്ല ഉന്മേഷം ലഭിക്കും. സുഗന്ധമുള്ള ഒരു സ്ഥലത്ത് വെച്ച് നാം നിസ്കരിക്കുമ്പോൾ നമുക്ക് നല്ല ഭയഭക്തി ലഭിക്കും. ദിക്റിന്റെ മജ്‌ലിസിലെ സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് ദിക്റിന്റെ മജ്‌ലിസ് ചൊല്ലുമ്പോൾ അതിൽ നമുക്ക് നല്ല ആത്മാർത്ഥത ലഭിക്കും. ദുർഗന്ധം വമിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് നാം ദിക്ർ നടത്തുന്നത്, അതല്ലെങ്കിൽ നിസ്കരിക്കുന്നത് എങ്കിൽ നമുക്ക് വല്ലാത്ത അരോചകമായിരിക്കും. ഒരു ഉന്മേഷം നമുക്കുണ്ടാകൂല. ഇതെങ്ങനെങ്കിലും തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് നാം ആഗ്രഹിക്കും. എന്നാൽ സുഗന്ധമുള്ള, നമുക്കിഷ്ടപ്പെടുന്ന നല്ല സ്മെല്ലുള്ള സ്ഥലത്താണെങ്കിൽ കൂടുതൽ കൂടുതൽ അവിടെ ഇരിക്കാനും അതിലൂടെ നമുക്ക് കൂടുതൽ ചൊല്ലാനും ഒക്കെ നമുക്ക് നല്ല ആത്മാർത്ഥതയുണ്ടാവും. അതുകൊണ്ട് തന്നെ നാം ഇശാ മഗ്‌രിബിന് ഇടയിൽ നമ്മൾ നല്ല സുഗന്ധം ഉപയോഗിക്കുക. സുഗന്ധം ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ഇബാദത്തുകൾക്ക് നല്ല ആത്മാർത്ഥത ലഭിക്കും. ആറാമത്തെ നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദോഷകരമായിരിക്കുന്ന ദുഷിച്ച ചിന്തകളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകും. ദുഷിച്ച ചിന്തകളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നീങ്ങിപ്പോകുമ്പോൾ തന്നെ നല്ല ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. നമുക്ക് ദുനിയാവും ആഖിറവും വിജയിക്കാൻ ഉതകുന്നതായിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഓർമ്മ വരും. അതിലൂടെ നമുക്ക് നമ്മുടെ ദുനിയാവും ആഖിറവും വിജയിക്കാൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഏഴാമത്തെ നേട്ടം എന്ന് പറയുന്നത് ചില വീടുകളിലൊക്കെ പല്ലികളുടെ ശല്യം വല്ലാതെ ഉണ്ടാകും. പ്രാണികളുടെ ശല്യമുള്ള വീടുകളുണ്ടാകും. ഉറുമ്പുകളുടെ ശല്യമുള്ള വീടുകളുണ്ടാകും. അവിടെയൊക്കെ ഈ നല്ല സുഗന്ധം പുകയിപ്പിക്കുന്നതിലൂടെ അവകളൊക്കെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകും. നമുക്ക് ആ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഇതിലൊക്കെ ഉപരി നാം ചിന്തിക്കേണ്ടത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരുന്നു സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത്. ഹബീബിന് ഇഷ്ടമുള്ളത് നമുക്കും ഇഷ്ടപ്പെടണം. നമ്മുടെ ജീവിതത്തിൽ സുഗന്ധം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഭക്ഷണത്തിന് ചെലവാക്കുന്നതിനേക്കാൾ കൂടുതൽ സുഗന്ധത്തിന് വേണ്ടി ചെലവാക്കിയിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം. അതുകൊണ്ട് തന്നെ നാം സുഗന്ധം ഉപയോഗിക്കുന്നവരാവണം. അതിനു വേണ്ടി നല്ല നല്ല സുഗന്ധങ്ങൾ നമ്മുടെ വീടുകളിൽ നാം പുകഴിപ്പിക്കണം, പുരട്ടണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ നമ്മുടെ മക്കളെ, അതല്ലെങ്കിൽ നാം പ്രിയപ്പെട്ടവർ ഒരാളും വെറുതെ ചുറ്റി അലഞ്ഞു നടക്കുന്ന ഒരു സ്വഭാവം ഇശാ മഗ്‌രിബിനിടയിൽ ഉണ്ടാവാൻ പാടില്ല. പള്ളിയിലേക്ക് പോവുക, മദ്രസയിലേക്ക് പോവുക എന്നുള്ളതല്ല പറഞ്ഞതൊക്കെ നല്ല കാര്യത്തിന് നല്ല ചിന്തയോടുകൂടി പോകുന്നതാണ്. വെറുതെ ഇശാ മഗ്‌രിബിനിടയിൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കാതിരിക്കാൻ വേണ്ടി നാം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ആ സമയത്ത് ശൈത്വാന്മാർ ഓന്ത് ചുറ്റുന്ന സമയമാണ്. കൂടുതൽ ആളുകളെ പിഴപ്പിക്കാൻ, തെറ്റിലേക്കെത്താൻ അത് കാരണമായി തീരും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നാം നമ്മുടെ വീടുകളിൽ ഒതുങ്ങി നിൽക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരൊക്കെ ശ്രമിക്കണം, സഹോദരിമാരൊക്കെ ശ്രമിക്കണം. ഇന്ന് മഗ്‌രിബിനോട് അടുപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പാർക്കിലേക്ക് ടൂർ പോവുകയും കുടുംബസമേതം ഏതെങ്കിലും ഒരു പാർക്കിലേക്ക് ഉല്ലാസത്തിന് വേണ്ടി പോവുകയും എന്നിട്ട് ഇശാ മഗ്‌രിബിനിടയിൽ അവിടെ ചിലവഴിക്കുന്ന ഒരുപാട് ഫാമിലികൾ നാം കാണാറുണ്ട്. തീർത്തും നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് വലിയ വിപത്തിലേക്ക് എത്തിപ്പെടാൻ കാരണമാകുന്ന ഒരു കാര്യമാണത്. നമ്മുടെ മക്കൾ വഴിപിഴച്ചു പോകാൻ അതൊരു കാരണമായി തീരും. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ വളരെ പ്രധാനപ്പെട്ട, നാം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. തികച്ചും ആ സമയം നാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവണം. ജോലി ചെയ്യുന്ന ആളുകൾ എന്തായാലും അവരുടെ ജോലി സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. അല്ലാത്ത ആളുകളൊക്കെ വീട്ടിൽ തന്നെ എത്തിപ്പെടുകയും ഇശാ മഗ്‌രിബിനിടയിൽ സൂറത്തുൽ വാഖിഅ നമുക്ക് പാരായണം ചെയ്യാൻ പറ്റും. സൂറത്തുൽ വാഖിഅ ഓതിയാൽ നമുക്ക് ഐശ്വര്യമുണ്ടാകും. നമ്മുടെ കടങ്ങളൊക്കെ വീടാൻ അത് കാരണമാകും. സൂറത്തുൽ മുൽക്ക് നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് നാം പാരായണം ചെയ്യേണ്ട സൂറത്താണ്. സൂറത്തുൽ മുൽക്ക് നിത്യവും പാരായണം ചെയ്യുന്നവന് ഖബറിൽ രക്ഷ ലഭിക്കും. സൂറത്ത് യാസീൻ ഇശാ മഗ്‌രിബിനിടയിൽ നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് നാം പാരായണം ചെയ്യേണ്ട ഒരു സൂറത്താണ് സൂറത്തു യാസീൻ. സൂറത്തുൽ യാസീന് നമ്മുടെ വീട്ടിൽ വെച്ച് ഓതിക്കൊണ്ട് നാം ദുആ ചെയ്താൽ നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. കടങ്ങൾ വീടണം, നല്ല വീട് വേണം, നല്ല
സമ്പത്ത് ലഭിക്കണോ, ദാരിദ്ര്യം നീങ്ങണോ, അതുപോലെ തന്നെ നല്ല ബിസിനസ് വേണോ, നല്ല വാഹനം വേണോ, എന്താണ് നമ്മുടെ ആവശ്യം? ആ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട്, മനസ്സറിഞ്ഞുകൊണ്ട് സൂറത്ത് യാസീൻ പാരായണം ചെയ്തിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു നോക്കൂ. ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും. അള്ളാഹു തആല ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഇശാ മഗ്‌രിബിനിടയിൽ ധാരാളം ദിക്റുകൾ നാം ചൊല്ലണം. അതുപോലെ തന്നെ സ്വലാത്തുകൾ മുത്തുനബിയുടെ പേരിൽ ധാരാളം ചൊല്ലണം. ഇശാ മഗ്‌രിബിനിടയിൽ ഖുർആൻ നമ്മുടെ നിത്യ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിയിട്ട് ഇശാ മഗ്‌രിബിനിടയിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിൽ നാം ഖുർആൻ ഓതിയിരിക്കണം. അത് നാം ദായിമാക്കിയ, നിത്യമാക്കിയ ഒരു കാര്യമായിട്ട് നമ്മുടെ വീട്ടിൽ നാം കൊണ്ടു നടക്കണം. കാരണം രാത്രിയിൽ നാം പുറത്തേക്ക് ഇറങ്ങി ആകാശത്തേക്ക് നോക്കുമ്പോൾ നല്ല തിളങ്ങുന്ന നക്ഷത്രങ്ങളെ നാം കാണാറുണ്ടല്ലോ, അല്ലേ? എന്നാൽ ആകാശത്തിലുള്ളവർ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ അതുപോലെ തന്നെ തിളങ്ങുന്നതായിരിക്കുന്ന നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുന്ന ചില വീടുകൾ അവർക്ക് കാണും. ആ വീടുകൾ കാണുമ്പോൾ അവർ അള്ളാഹുവിനോട് ചോദിക്കും, അള്ളാഹുവേ, എന്താണ് ഈ നക്ഷത്രങ്ങളെ പോലെ ഭൂമിയിൽ തിളങ്ങുന്ന വസ്തുക്കളെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു ആ മലക്കുകളോട് പറയുന്നുണ്ട്, ഭൂമിയിൽ വെച്ചുകൊണ്ട് എൻ്റെ വിശുദ്ധമായിരിക്കുന്ന കലാമാകുന്ന ഖുർആൻ ഷരീഫിനെ പാരായണം ചെയ്യുന്നവരാണ്. ആ വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യുന്ന വീടുകളാണ് ആ തിളങ്ങുന്ന വീടുകളെന്ന് മലായികത്തുകളോട് അല്ലാഹു തആല പറയുമത്രേ. അപ്പോൾ നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആ തിളങ്ങുന്ന വീടുകളാവണം നമ്മുടെ വീടുകളൊക്കെ. അതുകൊണ്ട് തന്നെ ഇശാ മഗ്‌രിബിനിടയിൽ നിർബന്ധമായി നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം. ആദ്യമായി എൻ്റെ ശരീരത്തിനോടും പിന്നെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ അറിവിനെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.